അപ്പൊ ഇന്നിപ്പോ നമ്മളെ പൊന്നൂന്റെ സ്പെഷ്യൽ എന്താണിത്? മോമോസ്. പൊന്നു ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനൊക്കെ ഉണ്ടാക്കും പാത്രത്തും കൂടെ. എന്താണിത്? നല്ലോണം കുഴക്കും. തുള്ളി തുള്ളിച്ച ഓള് പഠിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഓള് പഠിക്കുകയാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? നേരെ കുഴക്കും നേരെ. അപ്പൊ ഇതുണ്ട് അവള് കുഴക്കട്ടെ എന്നിട്ടോ കാണാം. അപ്പോൾ പൊന്നോട് മോമോസിനുള്ളത് ഉണ്ടാക്കണു. പിന്നെ നമ്മളിതവിടെ കടി നൂൽപുട്ടായിട്ട് ഉണ്ടാക്കണത്. നൂൽപുട്ടും ചിക്കനും ഇട്ടൊന്ന്. ഇത് പിന്നെ കടലമാവും മെയ്തമാവും കേട്ടോ. അപ്പോൾ നമ്മൾ തരിച്ചതൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ വീണ്ടും പിന്നെ ഒന്നിച്ച് തരിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ തരിച്ച് വെച്ചാൽ നമുക്ക് വാണ്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒന്നിച്ച് തരിച്ച് വെക്കണം കേട്ടോ. ഇന്നിപ്പോൾ വാഴക്കവജി ഉണ്ടാക്കണം. 2 ദിവസമായി എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇന്ന് ഏതായാലും നമുക്ക് വാഴക്കവജി ഉണ്ടാക്കാം. അപ്പോൾ വജിക്കുള്ള കുഴച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കായപ്പൊടി, സോഡാപ്പൊടി, ഉപ്പൊക്കെ ഇട്ടുക്കണം. മുളക് പൊടി ഇടാൻ മറന്നതാണ്. മുളക് പൊടി ഇടാൻ ഇടണം കേട്ടോ. എപ്പോഴും മുളക് പൊടി ഇടലുണ്ടെന്ന് മറന്നു. അത് മുളക് പൊടി ഇട്ടുക്കണം. നല്ലോണം കുഴക്കാം. ചിക്കൻ നന്നാക്കണ്ട വേറിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നൂൽപുട്ടും ചിക്കൻ കറിയും ബജി, പൊന്നുണ്ടാക്കണം മോമോസും. അപ്പൊ ബനാട്ടോ ഓളെ സഹായിച്ചു വിയർത്തുകൂടും ഇങ്ങോട്ട്. ഇന്ന് പൊന്നുവിന്റെ വകയാണ് അല്ലേ മോമോസ്? ഓളന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഓളന്നെ ഇതാ മാവൊക്കെ ഇവിടെ കൂട്ടി വെച്ചതാ കേട്ടോ. മാവ് കൂട്ടി റെഡിയാക്കി വെച്ചേക്കണം. കൈ നോക്കിക്കോ. മാമോസ് ഉരുട്ടിട്ട് മാമോസ് ഉണ്ടാക്കാത്രോള്. ഉരുട്ടിട്ട് വളക്കിന്റെ തിരിയാണ് ഉണ്ടാക്കുന്നത്. മാമോസ് അല്ല അത് കേട്ടോ. നമ്മളെ നൂൽപുട്ടൊക്കെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇനി ആക്കെ കൂട്ടിയിട്ട് കാണാം. അമ്മ ഇവിടെ ബീട്രൂട്ട് കൊണ്ട് അച്ചാറിടാം. അച്ചാറിടണ എങ്ങനെയാണ് കാട്ടിക്കൊടുക്കാം. അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ. ആവശ്യമായ സാധനങ്ങൾ: ബീട്രൂട്ട് നുറുക്കിയത്, ബീട്രൂട്ടൊക്കെ വേണ്ട, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, സുർക്ക, ഉപ്പ്. ഏതാ ഇടുന്നത്? ഇതോ നമ്മൾ ഇടാൻ പോവാ കേട്ടോ. നോക്കാം. ഇത് നമ്മൾ ഉപ്പേരി വെക്കും കേട്ടോ. ഇനി ബാക്കി മാറ്റാം. പച്ചമുളകും അങ്ങനെ ഇടണമെന്നുണ്ടോ? കുപ്പിയിൽ കിട്ടാൻ ചെറിയ കുപ്പിയല്ലേ? ഈ കുപ്പിക്കാർ കുപ്പിയായിട്ടുണ്ടോ? ചെറിയ കുപ്പി എടുക്കുക. കാരണം അച്ചാറുകൾ കുറേ ഉണ്ട് ഇവിടെ. മാങ്ങച്ചാറ്, മാങ്ങിഞ്ചി അച്ചാറ്, മുളകച്ചാറ്. ഉപ്പിടുന്നു അങ്ങനെ കൂട്ടി ഇളക്കിയിട്ട് അതെല്ലായിടത്തും എത്താനാണ് ഇങ്ങനെ ഇടുന്നത്. പച്ചമുളകും വെളുത്തുള്ളി കൂട്ടി ഇളക്കി. നമ്മളിതിൻ്റെ മേലെ സുറുക്ക പോരും. സുർക്ക കുറച്ച് വെച്ചോ. തോന്നും കാര്യത്ത് സുർക്ക എന്താ പറയുക, വെറും പുളിപ്പേക്കാരം അത്ര മതി. ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് കൂട്ടാം, നാളെ വേണമെങ്കിൽ നാളെ കൂട്ടാം. എപ്പോൾ വേണേലും ഉപ്പും സുർക്കയും കുടിച്ചാൽ മതി. എപ്പോൾ വേണേലും കൂട്ടാം. ഈ അച്ചാർ കമ്മിയാക്കി ഇടണം, അപ്പോഴേ രസം ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മളെ ബീട്രൂട്ട് അച്ചാർ ഇതവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടാത്തവരൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അങ്ങനെ പൊന്നു കേട്ടോ. മോമോസിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ വജി ഉണ്ടാക്കുകയാണ്. വാഴക്കവജി ആകുമ്പോൾ എളുപ്പമാണ് അല്ലേ? വാഴക്കവജി ഉണ്ടാക്കുക വേറെ എന്നും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ. ഒന്നും വേണ്ടേ?
അത് വേണം. ബജി ഇതുപോലെ തന്നെ എണ്ണക്കടി സമയത്ത് എന്തായാലും ഇപ്പോൾ നോലും പറഞ്ഞ സമയത്ത് നമ്മൾ കടി തിന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പിന്നെ അതാ അപ്പുറത്തുമ്മ വാഴക്ക ബജി ഉണ്ടാക്കണം. അപ്പോൾ അവിടെ വാഴക്ക ബജി, ഇവിടെ മോമോസ്, ഇവിടെ മോമോസ്, അവിടെ വാഴക്ക ബജി. അപ്പോൾ നമ്മളെ മോമോസിനുള്ളത് ഇവിടെ റെഡി ആയിക്കണു. ബജി അപ്പുറത്തതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ അവൾ മോമോസിനുള്ള ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഓരോന്നിലും മസാല ഇടണം. അങ്ങനെ ഇതാ എല്ലാതും ഇങ്ങനെ റൗണ്ടിൽ എടുത്തതിന് ശേഷം ഞാൻ അതിലൊക്കെ ഇതാ മസാല ഇട്ടിട്ട് ഇതിങ്ങനെ ചുറ്റി എടുക്കുകയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുകയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഒക്കെ റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ച് പോരാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ അവിടെ ചൂടായിക്കോളും. അപ്പോൾ ഏതായാലും വാഴക്ക ബജി ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മളിതാ പൊരിച്ച് കോരുകയാണ് കേട്ടോ. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ആവിക്കും വെക്കാം, പക്ഷേ ഇന്ന് ഞങ്ങളിത് പൊരിച്ച് കോരുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ അതവിടെ പൊരിച്ച് കോരലോ കഴിഞ്ഞിരിക്കണു. അങ്ങനെ ഇതാ നമ്മളെ മോമോസൊക്കെ അതവിടെ റെഡി ആയിക്കണു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ചും കൂടി നമുക്ക് പൊരിച്ച് കോരിയെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി അതവിടെ ചട്ടിയിലിട്ടിക്കണു. നമുക്കെന്നാൽ ഇനി അതും കൂടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ മോമോസും അതുപോലെ വാഴക്ക ബജിയും ഒക്കെ അതവിടെ റെഡി ആയിട്ട് ഇതാ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഉണ്ടാക്കിയ ഇന്നും സർബത്ത് തന്നെയായിട്ട് ഉണ്ടാക്കിയിരിക്കണത്. അങ്ങനെ ഇതാ ഒക്കെ ഇതാ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണു. എന്നത്തെയും പോലെ ഇതാ ലൈബി റിച്ചൊക്കെ അത് അവിടെ ഇരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏതായാലും ഇപ്പോൾ ബാങ്കോ കൊടുക്കാനായി. ഇനി ഞങ്ങളെല്ലാവരും ഇരിക്കട്ടെ. പിന്നെ ഇതാ എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ ഇതാ ഓലിക്ക് ഇവിടെ സോസ് നിർബന്ധം കേട്ടോ. അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്കൊക്കെ അങ്ങനെ സോസ് എടുക്കുകയാണ്. പിന്നെ അതാ ഞങ്ങളെല്ലാവരും ഇതാ ഇരുന്ന് നോക്കണു. ബാങ്ക് ഇപ്പോൾ കൊടുക്കും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും ഇരുന്ന് ഇതാ ബാങ്കൊക്കെ കൊടുത്തുട്ടോ. പിന്നെ അതാ നമ്മൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.